കേറി 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 ആ വണ്ടി തിരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മുംബൈയിലെ മൂന്നാമത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മുംബൈയിൽ മനോരി എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തുള്ളൊരു ബീച്ചാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ സൈഡിൽ കാണുന്നതാണ് ബീച്ച്. ഇത് ശരിക്കും വേലി ഇറക്കത്തിന് സമയത്ത് വെള്ളം ഇറങ്ങിപ്പോയത് കേട്ടോ. നമ്മൾ നമ്മുടെ വണ്ടി നൈസായിട്ട് അവിടെ പാർക്ക് ചെയ്തു. ഈ വെള്ളം ഇറങ്ങിപ്പോയത് ഇടയ്ക്കെല്ലാം വെള്ളം കെട്ടി നിൽപ്പുണ്ട്. അതിൻ്റെ ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി പോവാണ്. ഇതിന് ചെറിയൊരു ബേബിയൊക്കെ നടന്നു വരുന്നു. അടിപൊളി. അപ്പം ഞാൻ ഈ സ്ഥലമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷേ അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക്കിൻ്റെ കൂടാരമാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മൾ കുറേ ഒറ്റപ്പെട്ട് കിടക്കുന്ന മീനുകളെ പിടിക്കാൻ പോവാണ്. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. വെള്ളം കയറിയിട്ട് വെള്ളം ഇറങ്ങി പോയി കഴിയുമ്പം ഇതുപോലത്തെ ഒത്തിരി ചെറിയ ചെറിയ വെട്ടുകൾക്കകത്ത് വെള്ളം കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ മീനുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുങ്ങളെ കുറച്ചെണ്ണത്തിനെ പിടിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലത്തെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് മീനുകളുണ്ട്, പക്ഷേ ഞാൻ കാണിച്ചു തരാൻ പറ്റും നോക്കട്ടെ. ഇതിനകത്തുണ്ട്, പക്ഷെ അത് തീരെ ചെറിയ മീനുകളാണ്. കണ്ടത് കണ്ടോ, ആ മൂവ്മെൻ്റൊക്കെ മീനുകളാണ്, പക്ഷെ അത് തീരെ ചെറുതാണേ. കുറേ കക്ക ഇതുണ്ടോ, ഇത് മറ്റേ നമ്മൾ കൊച്ചിലൊക്കെ പഠിച്ചിട്ടില്ലേ, സന്യാസി ഞണ്ടും എന്തോ അങ്ങനെ എന്തോ ഒരു സാധനം. ഇതെല്ലാം ജീവനുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടോ, മൂവിങ് ആയിരുന്നു. ഇത് കണ്ടോ, മൂവ് ചെയ്യുന്നുണ്ടോ? നമ്മൾ എടുത്തു കഴിയുമ്പോൾ അകത്തേക്ക് കയറി പോകണ്ടോ. കുറേ ടൈപ്പ് ഷെല്ലൊക്കെ ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ ആ കാണുന്നുണ്ടോ, വെള്ളം മൂവ് ചെയ്യുന്ന മൊത്തം കണമ്പാണ് കേട്ടോ. ഇതിനകത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള കണമ്പുണ്ട്. പക്ഷെ കണമ്പിനെ ഇത്രയും വെള്ളത്തിൽ നിന്ന് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാടാണ്. ഇത് ഇച്ചിരി നല്ല വെള്ളമുണ്ട്, ഏകദേശം ഒരു 1.5 അടുത്ത ആഴ്ച വെള്ളമുണ്ട്. നിറച്ച് കണമ്പാണ്, ഇതിനെ പിടിക്കാൻ യാതൊരു മാർഗ്ഗവുമില്ല. ഇതിനേക്കാളും രസമുള്ളൊരു സ്ഥലം അപ്പുറമുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. ഇതുണ്ട്, ഇത് ആൾക്കാർ കെട്ടി വെച്ചേക്കുന്ന കല്ലാണ്. ഇതിൽ എന്തിനാണ് ഈ കല്ലിങ്ങനെ കെട്ടിയേക്കുന്നത് നമുക്കറിയത്തില്ല. ഇതുണ്ടോ, മീൻ ഓടുന്നുണ്ടോ, ഇഷ്ടം പോലെ മീനുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ കീളിക്കോല എന്ന് പറയുന്ന മീനാണിത്. ഇതിനകത്തോടെ ഫുള്ള് ഓടുന്നത് കേട്ടോ. ഇവന്മാർ നൈസായിട്ട് വന്ന് ട്രാപ്ഡായി പോയിട്ടിരിക്കുന്ന മീനാണ്. ഇത് കണ്ടോ, ഇവിടെയുണ്ട്. അപ്പോൾ ഈ 2 സ്ഥലം ജോയിൻ്റ് ആണ്. ഇതിനേക്കാളും കൂടുതൽ മീനുകളുള്ളൊരു സ്ഥലമുണ്ട്, അത് കാണിച്ചു തരാം. ബാ ചേച്ചി, ഗ്രൂപ്പറിനെ കിട്ടിയോ? കേട്ടോ, കുഞ്ഞായോണ്ട് വിട്ടോ. ചേച്ചി അവിടെ ഗ്രൂപ്പറിനെ തപ്പി പോയാണ് കേട്ടോ. ചെറുതായതുകൊണ്ട് ചേച്ചി തന്നെ വെറുതെ വിട്ടു, പോട്ടെ, സാരമില്ല. അപ്പം നിങ്ങൾ ഈ സ്ഥലം കണ്ടോ, ഇതിനകത്ത് ന്യായമായിട്ട് മീനുണ്ട്. അതായത് ചെറുതും വലുതുമായിട്ടും ഒത്തിരി കീളിക്കോരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചൂണ്ടയും നൂലും ഒന്നുമില്ലാതെ ഇതിനെ എങ്ങനെ പിടിക്കാൻ പറ്റും നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് വർക്കൗട്ട് ആകുമെന്ന് പോലും നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഞങ്ങൾ പണി തുടങ്ങുവാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കോർണറിലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്യാം മണൽ വെച്ച്. ആണെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം അപ്പുറത്തേക്ക് ഒഴുകി പോകത്തില്ല. അടി മൊത്തം വെള്ളമാണ് കേട്ടോ. ബ്ലോക്ക് ആയില്ലേ? ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറി ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ കൂടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ചേച്ചി, ചെരുപ്പൊക്കെ ഊരിയിട്ട് വന്ന് ബ്ലോക്ക് ചെയ്യും.
നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചോട്ടോ എൻ്റെ വാച്ച് ഈ വെള്ളത്തിൽ, ഞാൻ കുറേ എല്ലാ വീഡിയോസും എൻ്റെ കയ്യിൽ വാച്ച് വേണം, ഞാൻ വാച്ച് അഴിക്കാറില്ല. നമ്മൾ മീൻ പിടിക്കുമ്പോഴും വെള്ളത്തിൽ ചാടുമ്പോഴും നീന്തുമ്പോഴും ഒന്നും നമ്മൾ വാച്ച് അഴിക്കാറില്ല. നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു ഈ വാച്ച് ഏതാണെന്നും ഇത് ഏത് ബ്രാൻഡാണെന്നും. ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചാണ്, വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച്, വളരെ സിമ്പിൾ ആയിട്ടുള്ള വാച്ചാണ്, അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും റഫ്യൂസ് ചെയ്തിട്ട് അതിനകത്ത് തുള്ളിയൊരു വെള്ളം കയറില്ല കേട്ടോ. ഇത് മേടിക്കാനുള്ള ലിങ്ക് കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് മാത്രം പറയുവാണ്. എനിക്കിത് ഫ്രീ ആയിട്ട് കിട്ടിയ പ്രോഡക്റ്റ് ഒന്നുമല്ല, ചേട്ടൻ്റെ കല്യാണത്തിന് നമ്മുടെ ഒരു കസിൻ ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് നമ്മൾ പറയുന്നതേ ഉള്ളൂ. ഇത് മേടിക്കാനുള്ള ലിങ്ക്, ആമസോൺ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. പഴയ മതിലിട്ട് പോലെ. ആഹാ സൂപ്പർ. ഇതുപോലെ വെച്ചാൽ നൈസല്ലേ? അതെ അതെ, പിന്നെ ഫുൾ ബ്ലോക്കായി. വാർക്കപ്പണിക്കാരൻ വിഷു പ്രൈസ്. അപ്പോൾ നമ്മുടെ മതിലിൻ്റെ പണി ഏകദേശം സെറ്റായി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി കുറച്ച് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. നമ്മൾ അവിടുന്ന് മീനെ ഓടിച്ചുകൊണ്ട് വരും. മീൻ ഇവിടെ കയറി കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്യാപ്പ് ബ്ലോക്ക് ചെയ്യും. അപ്പം മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും ഇനി പയ്യെ നമുക്ക് നൈസായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കാം മീനെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു വരത്തില്ല, ഇവിടെ ഈ മണൽ കിടക്കുന്നുണ്ടോ, നല്ല രസമില്ലേ, നല്ല അടിപൊളി, താഴൊന്നും പോകത്തില്ല കേട്ടോ. കേട്ടോ നല്ല രസമുള്ള മണലാണ് കേട്ടോ. നമ്മളൊരു നൈസൊരു കല്ല് കണ്ടുപിടിച്ച് കണ്ടിട്ടുണ്ട്. ഇതാണ് നല്ലൊരു അടിപൊളി കല്ലാണ് കേട്ടോ. ഇതങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. തകർത്ത് നമ്മളിന്ന് കീളിക്കോര മൊത്തം പിടിച്ചോണ്ട് പോകും. നോക്കിയോ ആണ് പോകുന്നറിയാം. ചേച്ചി അടുത്ത സ്ഥലം നോക്കി പൊക്കോണ്ടിരിക്കുകയാണ്. വന്നപ്പം പോലെ ചേച്ചി ഒരു ഗ്രൂപ്പറിന് തപ്പി ഇറങ്ങിയാണ് കേട്ടോ. ചേച്ചി ബാ, യെസ് പെർഫെക്റ്റോ. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങുവാണ്. ചേച്ചിനെ ചേട്ടനെ ഞാൻ ഇറക്കി വിടും, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കും. നിങ്ങൾ രണ്ടുപേരാണ് മീൻ ഓട്ടക്കാർ കേട്ടോ. ഉമാരെല്ലാം പീക്കിരികളാട്ടോ, പീക്കിരി മാക്രികളാ. ഇല്ല അവന്മാരെ പിടിക്കണ്ട, അവന്മാർ വരത്തില്ല, അവന്മാർക്ക് സ്പീഡില്ല. നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ചേച്ചി അടുക്കൂടെ, ചേച്ചി അടുക്കൂടെ പോക്കോ. തടിയും കീഴിക്കോരാ കേട്ടോ. ചേച്ചി എല്ലാവരും ഓടുന്നുണ്ട്. മീൻ കേറിട്ടുണ്ട്. ഇവിടെ അവിടെ മണ്ണ് വരും, അവിടെ മണ്ണ് വരും. നിറച്ചിട്. ഇവിടെ ഇട്. ആ ഇവിടെ ഇട്. അവിടെ ഇട്. അപ്പുറം അടയ്ക്ക്. അവിടെ ചേച്ചി ഇവിടെ കുറച്ച് വരെ ചേച്ചി. ഇവിടെ ഇട്ട് നിറച്ച്. ഇവിടെ ഇട്ട്. ആ മതി. ആ കല്ല് സെറ്റായി. അവിടെ അപ്പുറം കൂടെ അടയ്ക്ക്. ചേച്ചി ഇവിടെ ഇട്ട് ചേച്ചി. ഗൈസ് മീൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം എടുത്ത് പോണേ. പിടിക്ക്. അവിടെ കൊണ്ടിട്ട് ഓക്കെ. ആടെ ഒരുത്തനുണ്ടോ? ഒരുത്തനെ നോക്കാട്ടെ, നിങ്ങൾ കുറേ കണ്ടു പിടിക്ക്. വേണ്ടേ എന്ത് തരത്തിലുള്ള മീനാ തരത്തില്ല. ആ മണലിടാതെ. ഓ ശേ ബാ അടുത്ത് പിടിക്ക്. നിങ്ങൾ ആദ്യം ഞാൻ ഓടിക്കാം. നിലത്ത് മുട്ടിച്ചുകൊണ്ടോ? ഇവിടെ അവന്മാര് ഓടുന്ന അടുപ്പിച്ച് വരുന്നുണ്ട്. ഇവിടെ
താത്തി പിടിച്ചത് താത്തി വെക്ക്. ആ താത്തി പിടിച്ചോ. താത്തി പിടിച്ചോ. ഒരു കയറും. അടുത്ത പറഞ്ഞ കിട്ടിയിരിക്കുകയാണ്. നിങ്ങളിപ്പോ ഓർക്ക് ഞങ്ങൾക്ക് വട്ടാവുന്നു. പക്ഷേ വെള്ളം മണ്ണ് മാറണം. കൊച്ചിലെ ഇതുപോലെ എന്ത് മീനെ പിടിച്ചിട്ടുള്ളതെന്നറിയോ? നൊസ്റ്റാൾജി കൊഞ്ച് കൊഞ്ചിനെ കാണിച്ചിട്ടെ ഇട്ടോ. ആ ഒരു കൊഞ്ചുണ്ട്, 3 മീൻ. അവിടെ അടച്ചുപിടി. പോയല്ലോ. അതെ പൊക്കി 2 2 കണ്ടല്ലോ. വടപ്പൻ. ഞാൻ നിങ്ങൾക്ക് കിട്ടിയ മീനെ കാണിച്ചു തരാം. എന്ത് മീനാണെന്ന് നമുക്ക് അറിയത്തില്ല. 4-5 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് കുറെ ആൾക്കാർ നമ്മളിപ്പം നിങ്ങൾ എന്നാ തേങ്ങയാണ് കാണിക്കുന്നതൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷേ കൊച്ചിലെ ഒരു 90-91 അല്ല, കൊച്ചിലെ മീനെ തോർത്തും കൊണ്ട് കോരി പിടിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഇല്ല. നമ്മൾ കുഞ്ഞായിരിക്കും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ മീൻ. കാണിച്ചു തരാവേ. വെള്ളം കളഞ്ഞിട്ട് അത് കാണിച്ചു തരാം. കൊച്ചിലെ ഇതുപോലെ തോർത്ത് വെച്ച് മീൻ പിടിച്ച് വീട്ടിൽ കൊണ്ട് വളർത്തി എത്ര പേരുണ്ട്? ഞാനൊക്കെ ഇഷ്ടം പോലെ വളർത്തിയിട്ടുണ്ട്. കണ്ടല്ലോ. കടലീനെ ഞാൻ തോർത്തോണ്ട് പിടിച്ചിട്ടില്ല. നോക്കിയേ, എന്ത് മീനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തർ പിടിച്ച് ക്ലോസ് ആയിട്ട് കാണിച്ചില്ല. നമ്മുടെ റെമിനോസ് ടെട്രയൊക്കെ പോലെ ഉണ്ട് കേട്ടോ, സീബ്രയൊക്കെ പോലെ ഉണ്ട്. ഇത് അമ്മ വിട്ടോ കേട്ടോ, കുഴപ്പമില്ല. മീനെ കാണിച്ചു തരാം. ജസ്റ്റ് ഹോൾഡ് ചെയ്തേ. മീനോ പോവാണെങ്കിലും വെള്ളത്തിൽ പോകട്ടെ. കാണിച്ച് ഇവനാണ് കേട്ടോ മീൻ. എന്ത് മീനാണെന്ന് അറിയത്തില്ല. നീക്കുന്ന കണമ്പിന്റെ കുഞ്ഞാന്ന് തോന്നുന്നു കേട്ടോ. അവൻ വിട്ടേക്കാം. ചേച്ചി അവനെ റിലീസ് ചെയ്തു, പോയി രക്ഷപ്പെടാ. മീനുണ്ട്, ഇനിയും മീനുണ്ട്. ചോദിച്ചോ കൊഞ്ച് വരുന്നു. കൊഞ്ച് പോയി. ബാക്കി വെച്ച് അമ്മമാർക്ക് പേടിച്ച് കുറച്ച് നിൽക്കുവാണേ. എല്ലാ ചെറുതാന്ന് നോക്കി നല്ല രസമുണ്ട് കേട്ടോ. നല്ല സിൽവർ കളർ. എനിക്ക് സീബ്ര നമ്മുടെ ഈ അക്യൂറേറ്റ് സീബ്രനൊക്കെ പോലെ ഉണ്ട്. മറ്റേ പോയി. ഇനി 3 കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വരാൻ ഭയങ്കര മടിയാണ്. ഒട്ടും ചാടി ഡയറക്റ്റ് ചാടിക്കും. അത് റിലീസ് ചെയ്ത് വെച്ചു. അമ്മ തന്നെ റിലീസ് ആയിക്കോളും. ഓക്കെ, അപ്പം കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്ന നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മിനിറ്റ്. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. നമ്മൾ ഇനിയും ഇവിടെ കുറേ ഏരിയ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. മീനുമായിട്ട് ബന്ധപ്പെട്ട വ്ളോഗായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് നിങ്ങൾ ഒരു നിമിഷത്തെങ്കിലും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. മീ സെബിൻ, മൈ സിസ്റ്റർ സിജി. ഒന്ന് മോൻ കാണിക്കൂ. പിന്നെ എൻ്റെ ചേട്ടൻ ജിനോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അയ്യോ, മറ്റേ പാട്ട് അവിടെ മീൻ കയറണ്ടേ? മീൻ കയറണ്ടേ? ഇനി അവിടെ ഉള്ള കാലൊക്കെ പറിക്കൂ, ആ ചെറിയ കല്ലുകൾ.